നമസ്കാരം. ഇക്കയുടെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റെ രചനയിലും സംവിധാനത്തിലും 2014 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ക്ലാസ് സിനിമയാണ് ഇന്റർസ്റ്റെല്ലാർ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റിവ്യൂ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ റിവ്യൂ പറയുക, സിനിമയുടെ അഭിപ്രായം പറയുക എന്നതിലുപരി കഥയുടെ ഉള്ളടക്കവും സിനിമയുടെ ശാസ്ത്രവും പറയുമ്പോൾ മാത്രമേ ഇന്റർസ്റ്റെല്ലാർ വ്യക്തമാകുന്നുള്ളൂ. കാരണം ഈ സിനിമ ഒന്നോ രണ്ടോ തവണ കണ്ടാൽ പോലും ഒന്നും തന്നെ മനസ്സിലാകണമെന്നില്ല. ഇന്ത്യയിൽ 2014 സിനിമയുടെ കളക്ഷനെ സൂചിപ്പിക്കുന്നതും അതാണ്. അത്രത്തോളം സങ്കീർണത നിറഞ്ഞ സിനിമ കൂടിയാണ് ഇന്റർസ്റ്റെല്ലാർ. ക്രിസ്റ്റഫർ നോളന്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയായ ഇന്റർസ്റ്റെല്ലാറിലെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലെ പശ്ചാത്തല സംഗീതം. ഹാൻസ് സിമ്മറിന്റെ സംഗീത മാന്ത്രിക വിദ്യയ്ക്ക് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുന്നു. 2015 മികച്ച വിഷ്വൽ എഫക്റ്റിനുള്ള ഓസ്കാർ സ്വന്തമാക്കിയ സിനിമ കൂടിയാണ് ഇന്റർസ്റ്റെല്ലാർ. കഥയുടെ ഇതിവൃത്തത്തെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ഭാവിയിൽ ഒരു ആഗോള വിളവരൾച്ചയും രണ്ടാമത്തെ പൊടിപടലവും ഭൂമിയെ പതുക്കെ വാസയോഗ്യമല്ലാതാക്കുന്നു. അതേ തുടർന്ന് കഥാനായകനായ മുൻ നാസ പൈലറ്റ് കൂപ്പറും സംഘവും വാസയോഗ്യമായ 3 ഗ്രഹങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയിലാണ്. അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്ര സ്നേഹത്തെ അതിമനോഹരമായി വേറിട്ട രീതിയിൽ ചിത്രീകരിക്കുകയാണ് സംവിധായകൻ ഈ സിനിമയിലൂടെ. ചിത്രത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്റർസ്റ്റെല്ലാർ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ പ്രതികരണം എന്താകുമെന്ന് ചോദിച്ചറിയാം. വേറെ ലെവൽ തന്നെയായിരുന്നു. നമ്മള് ഫോണിൽ കാണുന്നതിന് പകരം ഇത്രയും വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ശരിക്കും മലപ്പുറത്താണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ഐമാക്സിൽ കാണാം. ഐമാക്സിൽ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ കൊച്ചിയിൽ പോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. കാണണം. 25ാമത്തെ ടൈമാണ് കാണുന്ന മൂവി. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം അതിനെ കൊണ്ട് വന്നതാ. നല്ല മൂവി ആയിരുന്നു. നമ്മളിപ്പോഴും ഇത് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കാണുമ്പോഴും അല്ലല്ല, ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ല മൂവിയായിരുന്നു, നല്ല എഫക്റ്റ് ആയിരുന്നു. ഐമാക്സിൽ കാണാൻ പറ്റുന്ന ഒരു സങ്കടമുള്ളൂ.